കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 649. സൂറത്തുൽ കഹ്ഫ് ആയത്തുകൾ 17 മുതൽ 29 വരെ. പേജ് നമ്പർ 1025. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون 3 رابعهم كلبهم ويقولون 5 سادسهم كلبهم رجما بالغيب ويقولون 7 وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا. الحمد لله. ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداوة والعشي يريدون وجهه
ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 650, സൂറത്തുൽ കഹ്ഫ് ആയത്ത് 17, പേജ് നമ്പർ 1025. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين. സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹ വിട്ട് അത് വലതു ഭാഗത്തേക്ക് മാറിപ്പോകുന്നതായി നീ കാണും. وإذا غربت تقرضهم ذات الشمال. അത് അസ്തമിക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും. സൂര്യൻ രാവിലെ വലത്തോട്ടും വൈകുന്നേരം ഇടത്തോട്ടും തെറ്റിപ്പോകും. ഉച്ചയ്ക്ക് മുമ്പായാലും ശേഷമായാലും വെയിൽ ഗുഹയിലേക്ക് എത്തില്ല. അപ്പോൾ ഗുഹയുടെ കിടപ്പ് തെക്ക് വടക്കായിരിക്കുമെന്നർത്ഥം. ഗുഹയുടെ സ്ഥാനം, നാട്, മറ്റു കാര്യങ്ങളൊന്നും ഖുർആൻ പറയുന്നില്ല. സ്ഥലവും കാലവും വ്യക്തമാക്കൽ ഖുർആനിൻ്റെ സാധാരണ ശൈലിയുമല്ല. വഹും ഫീ ഫജ്വത്തിൻ മിൻ. അവർ ആ ഗുഹയിലെ ഒരു വിശാല സ്ഥലത്താകുന്നു. ദാലിക മിൻ ആയാത്തില്ലാഹ്. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഖ്തദ്. അള്ളാഹു ആരെങ്കിലും നേർവഴിയിലാക്കുന്ന പക്ഷം അവനാണ് നേർമാർഗം പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യം മുർഷിദ. അള്ളാഹു ആരെങ്കിലും വഴിപിഴപ്പിക്കുന്ന പക്ഷം നേർവഴിയിലാക്കുന്ന ഒരു രക്ഷാധികാരിയെയും അവന് നീ ഒരിക്കലും കണ്ടെത്തുകയില്ല. ആയത്ത് 18. അവർ ഉണർന്ന് കിടക്കുന്നവരാണെന്ന് നീ വിചാരിക്കും. വഹും റുഖൂദ്. അവരാകട്ടെ ഉറങ്ങുന്നവരാണ്. വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതൽ ശിമാൽ. വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും അവരെ നാം മറിച്ചിട്ടുകൊണ്ടിരിക്കും. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായ അതിൻ്റെ 2 കൈകളും വാതിൽക്കൽ നീട്ടി വച്ചിരിക്കുകയാണ്. അവരെ നീ എത്തി നോക്കുന്ന പക്ഷം നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കളയുമായിരുന്നു. അവരെപ്പറ്റി നീ ഭീതി പൂണ്ടവനായി തീരുകയും ചെയ്യും. 3 നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന അവരെ ആരെങ്കിലും കണ്ടാൽ പേടിച്ചു വിറക്കുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അവർ. ആയത്ത് 19. അപ്രകാരം അവർ അന്യോന്യം ചോദിക്കുവാൻ തക്കവണ്ണം അവരെ നാം എഴുന്നേൽപ്പിച്ചു. പേജ് നമ്പർ 1026. ദീർഘമായ കാലം അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. പിന്നീട് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടവർ പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചു. അവരിൽ ഒരാൾ ചോദിച്ചു, എത്ര കാലമാണ് നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൂട്ടിയത്? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അവർ പറഞ്ഞു, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പം സമയം നമ്മൾ കഴിച്ചുകൂട്ടി. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഔലിയാക്കൾ അദൃശ്യം അറിയുമെന്നാണ് ചിലർ ജൽപ്പിക്കുന്നത്. മാത്രമല്ല, ഔലിയാക്കൾ അദൃശ്യം അറിയില്ലെന്ന് പറയുന്നത് തെറ്റാണെന്നും ഔലിയാക്കളുടെ പദവി ഇടിച്ചു താഴ്ത്തലാണെന്നും അവർ വാദിക്കുന്നു. അദൃശ്യകാര്യങ്ങൾ അള്ളാഹുവിങ്കലാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഔലിയാക്കളിൽ പ്രധാനികളാണ് ഗുഹാവാസികൾ. ദീർഘകാലം അവർ ഉറങ്ങിക്കിടന്നിട്ട് ഉണർന്നപ്പോൾ പറയുന്നതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവരുടെ സ്വന്തം കാര്യം പോലും അവർക്ക് അറിയുകയില്ലെന്ന് വന്നു. ഇതുപോലെ അനേകം വിഷയങ്ങൾ ഖുർആനിലുണ്ട്. ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. അവർ പറഞ്ഞു, നിങ്ങൾ കഴിച്ചുകൂട്ടിയ കാലത്തെപ്പറ്റി ശരിക്ക് അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ഫബ്അസൂ അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീനത്തി. എന്നാൽ നിങ്ങളിൽ ഒരാളെ ഈ വെള്ളി നാണയവും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. ഫല്യൻദുർ അയ്യുഹാ അസ്കാ തുആമ.
എന്നിട്ട് അവൻ അവിടെ ആരുടെ അടുത്താണ് ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങളുള്ളത് എന്ന് നോക്കട്ടെ. ഫൽയതികും ബിരിസ്ഖിൻ മിൻഹു, അങ്ങനെ അതിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവരട്ടെ. വല്യതലത്തഫ്, അവൻ കരുതലോടെ പെരുമാറട്ടെ. വലയുഷ്ഇറന്ന ബികും അഹദ, നിങ്ങളെപ്പറ്റി ആരെയും അവൻ അറിയിക്കാതിരിക്കട്ടെ. കരുതലോടെ പെരുമാറട്ടെ എന്ന് വെച്ചാൽ പോകുന്നതിനും വരുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും ആളുകളുടെ ദൃഷ്ടികൾ തൻ്റെ മേൽ പതിയാതിരിക്കത്തക്കവണ്ണം സൂക്ഷിച്ചു പെരുമാറട്ടെ എന്ന് സാരം. രാജാവിൻ്റെ ആൾക്കാരറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു പോകേണ്ട. ആയത്ത് 20. ഇന്നഹും ഇയദ്ഹറു അലൈക്കും യർജുമൂകും ഔ യുഈദൂകും ഫീ മില്ലതിഹിം, നിശ്ചയമായും അവർ നിങ്ങളെപ്പറ്റി അറിഞ്ഞാൽ അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് മടക്കുകയോ ചെയ്യുന്നതാകുന്നു. വലൻ തുഫ്ലിഹൂ ഇദൻ അബദ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. പേജ് 1027. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം മുറുകെ പിടിച്ചത് മൂലം ഈ ദുനിയാവിൽ എന്ത് കഷ്ടവും നഷ്ടവും നേരിട്ടാലും തരക്കേടില്ല. അതൊക്കെ നിസ്സാരമാക്കി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് വിജയം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ, ഓഡിയോ നമ്പർ 651, സൂറത്തുൽ കഹ്ഫ്, ആയത്ത് 21, പേജ് നമ്പർ 1027. വകദാലിക അഅ്സർനാ അലൈഹിം, അപ്രകാരം അവരെ നാം കാണിച്ചു കൊടുത്തു. ഒരാട്ടിടയൻ അവരുറങ്ങിക്കിടന്നിരുന്ന ഗുഹാമുഖത്തെത്തുകയും തുറന്നു നോക്കുകയും അപ്പോഴാണ് ഗുഹാവാസികൾ ഉണർന്നതെന്നും വ്യാഖ്യാതാക്കൾ പറയുന്നു. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അലംഘനീയമാണെന്ന് അവർ അറിയാൻ തക്കവണ്ണം. വഅന്ന സ്സാഅത ലാ റൈബ ഫീഹാ, നിശ്ചയമായും അന്ത്യസമയം അതിൽ യാതൊരു സംശയവുമില്ലെന്നും. ഇവർ 300 വർഷം ഉറങ്ങിക്കിടന്നതും പിന്നെ എഴുന്നേൽക്കുന്നതും കാണുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കൽ അള്ളാഹുവിന് നിഷ്പ്രയാസമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ കാലം നീണ്ട ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം അയേറെ താമസിയാതെ ആ ഗുഹാവാസികൾ അവിടെ തന്നെ മരണമടഞ്ഞു എന്നാണ് മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ട് കാണുന്നത്. അതിനുശേഷം ജനങ്ങൾ അവരുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരായി. ഇത് യതനാസഊന ബൈനഹും അംറഹും, അവർ തമ്മിൽ അവരുടെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരുന്ന സന്ദർഭം. ഫഖാലു ബിനു അലൈഹിം ബുന്യാന, അപ്പോൾ അവർ പറഞ്ഞു അവരുടെ മേൽ നിങ്ങൾ ഒരു കെട്ടിടമുണ്ടാക്കുവീൻ. റബ്ബുഹും അഅലമു ബിഹിം, അവരുടെ റബ്ബ് അവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാകുന്നു. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അവരുടെ കാര്യത്തിൽ പ്രാബല്യം നേടിയവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ മേൽ തീർച്ചയായും ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കും എന്ന്. ഗുഹാവാസികളുടെ സംഭവത്തിന് ശേഷം പരലോകത്തെ നിഷേധിക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നവരും തമ്മിൽ തർക്കിച്ച് പിരിഞ്ഞു. അപ്പോൾ ദീർഘകാലത്തെ മരണതുല്യമായ ഉറക്കിൽ നിന്ന് ഉണർന്ന ആ യുവാക്കളുടെ ദൃഷ്ടാന്തം വിവരിക്കപ്പെട്ടു. അങ്ങനെ പരലോകത്തെപ്പറ്റിയുള്ള സംശയം തീർന്ന് എല്ലാവർക്കും കാര്യം മനസ്സിലായി. പിന്നെ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. അവരുടെ മീതെ ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്നും അതല്ല പള്ളി തന്നെ എടുക്കണമെന്നും തർക്കിച്ചു. പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞവരാണ് ജയിച്ചത്. പള്ളിയും ഖബറും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഈ ദുർവൃത്തി എക്കാലത്തുമുണ്ട്. എന്നാൽ ഖബറിന് മേലെ പള്ളി ഉണ്ടാക്കൽ ഏറ്റവും ഭയങ്കരമായ മഹാപാപമാണ്. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ പള്ളികളാക്കിയതിനാൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി 13:30, മുസ്ലിം 12:12. ഈ വിഷയത്തിൽ വളരെയധികം ഹദീസുകൾ ഉണ്ട്. അവരുടെ റബ്ബ് അവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാകുന്നു എന്ന് ഇടയ്ക്ക് പറഞ്ഞത് അവരെപ്പറ്റി ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള ആക്ഷേപത്തിൻ്റെ സൂചനയാണ്. അവർക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മാത്രം പറയാനേ അവർക്ക് അവകാശമുള്ളൂ എന്ന് സാരം. ആയത്ത് 22. സയഖൂലൂന സലാസതു റാബിഉഹും കൽബുഹും, അവർ 3 പേരുണ്ട്, 4ാമത്തേത് അവരുടെ നായയും എന്ന് അവർ പറയും. വയഖൂലൂന ഖംസതുൻ സാദിസുഹും കൽബുഹും, 5 പേരാണ്, 6ാമത്തേത് അവരുടെ നായയും എന്നും അവർ പറയും. റജ്മം ബിൽ ഗൈബ്, മറഞ്ഞ കാര്യം ഊഹിച്ചു പറയലാണത്. വയഖൂലൂന സബ്അതുൻ വസാമിനുഹും കൽബുഹും, 7 പേരുണ്ട്, 8ാമത്തേത് നായയും എന്നും അവർ പറയുന്നു. ആദ്യം ഉദ്ധരിച്ച 2 കാര്യവും ശരിക്ക് അറിയാതെ ഊഹിച്ചു പറഞ്ഞതാണ്. 7 പേരാണ്, 8ാമത്തേത് നായയാണ് എന്ന് പറഞ്ഞപ്പോൾ മറഞ്ഞ കാര്യം ഊഹിച്ചു പറഞ്ഞതാണ് എന്ന് പറഞ്ഞില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യുടെ അഭിപ്രായത്തിൽ ഈ 7 ശരി. അതുകൊണ്ട് ഈ എണ്ണം ശരിയായിരിക്കാം എന്ന് ചില വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്.
ഇന്ന് ജോർദാനിൽ ആ സ്ഥലത്ത് ഗുഹക്ക് മുമ്പിൽ 7 പേർ എഴുതി വെച്ചത് സന്ദർശകർക്ക് കാണാം. പറയുക, എൻ്റെ റബ്ബ് അവരുടെ എണ്ണത്തെപ്പറ്റി ഏറ്റവും അറിയുന്നവനാകുന്നു. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, കുറച്ചു പേരൊഴികെ അവരെ അറിയുകയില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ, അതുകൊണ്ട് സ്പഷ്ടമായ തർക്കമല്ലാതെ അവരെ സംബന്ധിച്ച് നീ തർക്കിക്കരുത്. തർക്കിക്കുമ്പോൾ വളരെ സ്പഷ്ടമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാവൂ. ഊഹവും സങ്കല്പവും പറയരുത്. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അവരിൽ ആരോടും അവരുടെ കാര്യത്തിൽ നീ അഭിപ്രായം ചോദിക്കുകയും അരുത്. കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, തികച്ചും അദൃശ്യമായ വിഷയങ്ങൾ, ഇവയൊക്കെ ഖുർആൻ എന്ത് പറയുന്നുവോ അതിൽ വിശ്വസിക്കുക, അത് മാത്രം പറയുക. ഖുർആന്റെ ചരിത്രകഥനം തീർത്തും വ്യത്യസ്തമാണ്. സാധാരണ ചരിത്രം പറയൽ കാലം, സ്ഥലം, തീയതി, ജനനം, മരണം ഇവ വിശദീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഖുർആൻ ഈ വകയൊന്നും പരാമർശിക്കുക പോലുമില്ല. അതിലെ ഗുണപാഠമാണ് പ്രധാനം. ഖുർആനിൽ നിന്ന് വ്യക്തമായത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അവരോട് തർക്കിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 652, സൂറത്ത് അൽ കഹ്ഫ്, ആയത്ത് 23. ولا تقولن لشيء إني فاعل ذلك غدا, യാതൊരു കാര്യത്തെപ്പറ്റിയും നാളെ തീർച്ചയായും ഞാനത് ചെയ്യുമെന്ന് ഒരിക്കലും നീ പറയരുത്. ആയത്ത് 24. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യാമെന്ന് അല്ലാതെ. വദ്കുർ റബ്ബക ഇദാ നസീത, നീ മറന്നു പോകുന്ന പക്ഷം ഓർമ്മ വന്നാൽ നിന്റെ റബ്ബിനെ നീ ഓർമ്മിക്കുക. എന്ത് കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴും ഒരു വിശ്വാസി ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ എന്നുകൂടി പറയണമെന്നാണ് ഇവിടെ ഖുർആൻ കൽപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ മറന്നുപോയാൽ ഓർമ്മിക്കുമ്പോൾ പറയണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഗുഹാവാസികൾ ദുൽഖർനൈൻ ആത്മാവ് ഇവയെക്കുറിച്ച് യഹൂദർ പ്രേരിപ്പിച്ചതനുസരിച്ച് അറബികൾ പ്രവാചകനോട് ചോദിച്ചു. ഇൻഷാ അള്ളാഹ് എന്ന് പറയാതെ നാളെ പറഞ്ഞു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു. എന്നാൽ പിന്നീട് വഹ്യ് വരുവാൻ കുറെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിച്ചു. ഈ അവസരത്തിലാണ് ഈ വചനങ്ങൾ അവതരിച്ചത്. ആയത്ത് പേജ് നമ്പർ 1029. വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ സന്മാർഗത്തോട് കൂടുതൽ അടുത്തതിലേക്ക് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചെന്ന് വരാം എന്ന് നീ പറയുകയും ചെയ്യുക. ഗുഹാവാസികളുടെ കഥ വിവരിക്കുവാൻ എനിക്ക് അള്ളാഹു ബോധനം നൽകിയത് എൻ്റെ ദൗത്യത്തിന് മതിയായ രേഖയാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമായ രേഖാസഹിതം അള്ളാഹു എനിക്ക് പിൻബലം നൽകുമെന്ന് ഞാൻ ആശിക്കുന്നു. പൂർവ്വ പ്രവാചകന്മാരുടെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങളും ഭാവിയിൽ വരാനിരിക്കുന്ന പല പ്രവചനങ്ങളും മുഖേന അള്ളാഹു എനിക്ക് പ്രാബല്യം നൽകിയേക്കാം. ആയത്ത് 25. വലബിഥൂ ഫീ കഹ്ഫിഹിം 300 സിനീന, അവർ അവരുടെ ഗുഹയിൽ 300 കൊല്ലം കഴിച്ചുകൂട്ടി. വസ്ദാദു 9, അവർ 9 കൂടുതലാക്കുകയും ചെയ്തു. 300 കൊല്ലം എന്ന് പറഞ്ഞത് സൂര്യവർഷ കണക്കനുസരിച്ചാണ്. അറബികൾ സൂര്യവർഷത്തിൻ്റെ ആളുകളല്ല, ചന്ദ്രവർഷക്കാരാണ്. അവർക്ക് 9 വർഷം കൂടും. 300 സൂര്യവർഷത്തിന് 309 ചന്ദ്രവർഷമാണ്. 100 സൂര്യവർഷത്തിന് 103 ചന്ദ്രവർഷം എന്നത് കൃത്യമായ കണക്കാണ്. ദിവസങ്ങൾ വ്യത്യാസപ്പെടില്ല. ആ കണക്കും വിശദാംശങ്ങളും ഈ അടുത്ത കാലത്താണ് വ്യക്തമാകുന്നത്. അവർക്ക് അജ്ഞാതമായിരുന്ന ഒരു കാര്യം കൃത്യമായി പറയണമെങ്കിൽ സൂക്ഷ്മമായി അറിയുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നായിരിക്കണം ആ വിവരം വരുന്നത് എന്ന കാര്യം ഏത് ബുദ്ധിക്കും അംഗീകരിക്കാൻ പ്രയാസമില്ല. ഗോളശാസ്ത്രാടിസ്ഥാനത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഖുർആനിൽ കാണുന്നത് ഖുർആനിൻ്റെ ഉടയവൻ പ്രവാചകനല്ല, അള്ളാഹു തന്നെയാണെന്ന് തെളിയിക്കുന്നു. ആയത്ത് 26. ഖുലില്ലാഹു അഅലമു ബിമാ ലബിഥു, പറയുക, അവർ ആ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ കാലത്തെപ്പറ്റി അള്ളാഹു ശരിക്കും അറിയുന്നവനാകുന്നു. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യം അവൻ്റെ സ്വന്തമാകുന്നു. അദൃശ്യമായ അറിവും കഴിവും അവന് മാത്രമാകുന്നു. അബ്സിർ ബിഹി വഅസ്മിഅ, അവൻ എത്ര സൂക്ഷ്മമായി നോക്കുന്നവൻ, എത്ര സൂക്ഷ്മമായി കേൾക്കുന്നവൻ. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അവന് പുറമെ അവർക്ക് ഒരു രക്ഷാധികാരിയും ഇല്ല. അള്ളാഹുവിന് പുറമെ യാതൊരു രക്ഷാധികാരിയെയും കൂട്ടുപിടിക്കൽ മനുഷ്യർക്ക് പാടില്ല. സർവാധികാരി അവൻ മാത്രമാകുന്നു. 1030 പേജ് നമ്പർ. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ,
അവൻ്റെ അധികാരത്തിൽ ആരെയും അവൻ പങ്കാളിയാക്കുകയുമില്ല. ലോകത്തെ അടക്കി ഭരിക്കുന്നതിലും വിധി കൽപ്പിക്കുന്നതിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും എല്ലാം അവൻ ഏകൻ തന്നെ. ആയത്ത് 27, നിന്റെ റബ്ബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെട്ടത് നീ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന വഹി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിവരണം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം ഞങ്ങൾക്ക് ആവശ്യമില്ല, വഹയിൻ്റെ വചനങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി, വിവരണം ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറയുന്ന സംഘക്കാർ അള്ളാഹുവിനെയും ദൈവദൂതനെയും ധിക്കരിച്ചവരാകുന്നു. ലാ മുബദ്ദില ലികലിമാതി, അള്ളാഹുവിൻ്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്നവനായി ആരുമില്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അവനല്ലാതെ യാതൊരു രക്ഷാകേന്ദ്രവും നീ കണ്ടെത്തുകയില്ല. ആയത്ത് 28, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാവതി വൽഅശി യുരീദൂന വജ്ഹ, റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോടൊപ്പം നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖുറൈശി പ്രധാനികൾ ആവശ്യപ്പെട്ടു, താങ്കളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ഈ പാവപ്പെട്ടവരെ അകറ്റുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തു വരാം, ഇവരോടൊപ്പം വന്നിരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ ഇവിടുത്തെ പ്രധാനികളും പ്രമാണികളുമായ ഉന്നതന്മാരാണ്. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ ആയത്തിൽ കൽപ്പിക്കുന്നു, ആ സാധുക്കളെ അകറ്റരുത്, അവർ നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അതുകൊണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഉന്നതന്മാർ, അവരോടൊപ്പം ക്ഷമാപൂർവ്വം സഹവാസം ഉറപ്പിക്കുക, ഈ ഭൗതികന്മാരെ പരിഗണിക്കേണ്ട. ഇഹലോക ജീവിതത്തിൻ്റെ അലങ്കാരം ഉദ്ദേശിച്ച് അവരിൽ നിന്ന് നിന്റെ ഇരുകണ്ണുകളും മാറിപ്പോകരുത്. നാട്ടുപ്രമാണിമാരായി ഈ ഭൗതികന്മാരുടെ ബന്ധം നേടാൻ വേണ്ടി ഈ പാപങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. നമ്മെ ഓർക്കുന്നതിൽ നിന്ന് ഏതൊരുവന്റെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയിട്ടുണ്ടോ അവൻ നീ അനുസരിക്കരുത്, അവൻ്റെ തന്നിഷ്ടങ്ങളിൽ നീ യോജിച്ചു പോകരുത്, അവൻ നമ്മെ ഓർക്കാത്തവനാണ്. പേജ് നമ്പർ 1031. അവൻ തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു, അവൻ്റെ കാര്യം അതിര് കവിഞ്ഞതാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുമായി ഒരിക്കലും സഹകരിക്കരുത്. ആയത്ത് 29, പേജ് നമ്പർ 1031. പറയുക, സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്. ഫമൻ ശാഅ ഫല്യുമിൻ, അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫല്യക്ഫുർ, ഇഷ്ടമുള്ളവർ നിഷേധിച്ചു കൊള്ളട്ടെ. സത്യം തെളിയിച്ചു കൊടുക്കൽ മാത്രമാണ് നമ്മുടെ ബാധ്യത, ആരെയും നിർബന്ധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പരിപൂർണമായ സ്വാതന്ത്ര്യം, ഗുരുതരമായ ഉത്തരവാദിത്വവും. നിശ്ചയമായും നാം അക്രമികൾക്ക് ഒരു നരകം ഒരുക്കി വച്ചിരിക്കുന്നു. ആ അഗ്നിയുടെ പുറംമൂടി അവരെ വലയം ചെയ്തിരിക്കുന്നു, നാനാഭാഗത്തു നിന്നും ആ തീ അവരെ ചുറ്റി വളയുന്നു, ഒരു പഴുതും ഉണ്ടാവുകയില്ല. അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം അവർക്ക് നൽകപ്പെടും. അതായത് ദാഹം തീർക്കാൻ വെള്ളം ചോദിച്ചാൽ അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടും. ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളം മുഖങ്ങളെ അത് വേവിക്കും. അതിൻ്റെ ചൂടിൻ്റെ ഉഗ്രതയാൽ ഈ മഹാപാപി അത് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ മുഖം വെന്തു പോകും. മഹാദുഷിച്ച പാനീയം, മഹാചിത്ത വിശ്രമസ്ഥലവും.